ജസ്വിരൻ സർ നമസ്കാരം. നമസ്കാരം. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന ഒരു മഹാമാമാങ്കമാണ്, ഒരു ഒരു വലിയൊരു ഉത്സവമാണ് കുംഭമേള എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പക്ഷേ അവിടെ സംഭവിച്ചത് ഒരു അനിഷ്ട സംഭവമാണ്. അതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. തീർത്ഥാടകർക്കായിട്ട് ഒരുക്കിയ ഒരു ക്യാമ്പിലെ 2 ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. പക്ഷേ ആളപായങ്ങളൊന്നുമില്ല. ഈ പൊട്ടിത്തെറിയും പിന്നീട് 10 ക്യാമ്പുകളിലേക്ക് വ്യാപകമാവുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കുംഭമേള എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, ആസൂത്രണം ചെയ്യുന്നത് എന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നടക്കം നിരവധി ആളുകളാണ്, ഗവേഷകരടക്കം ഇവിടെ ഇന്ത്യയിൽ എത്തുന്നുണ്ട് എന്ന വാർത്തകളൊക്കെ നേരത്തെയും പ്രചരിച്ചിരുന്നു. അത്രമാത്രം 40 കോടി ഭക്തർ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ 45 ദിവസങ്ങൾക്കിടയിൽ. അപ്പോൾ അത്രമാത്രം സുരക്ഷാ സംവിധാനമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരം രീതിയിലുള്ളൊരു തീപിടുത്തം ഉണ്ടാവുന്നത്? അത് യാദൃശികമായിട്ടുള്ളൊരു സംഗതിയാണോ, മറ്റെന്തെങ്കിലും സംശയകരമായിട്ടുള്ളൊരു കാര്യം ഇതിലുണ്ട് എന്ന് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പറഞ്ഞതുപോലെ 40 കോടി അല്ലെങ്കിൽ 40 കോടിയിൽ പരം ഭക്തജനങ്ങളെ 45 ദിവസം കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലമായി ഒരുക്കങ്ങൾ നടക്കുകയാണ്. വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും റോഡുകളും പൊതുസ്ഥലങ്ങളും മറ്റ് പബ്ലിക് യൂട്ടിലിറ്റീസ് അതിനെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടാണ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ അവിടെ ഇടപെടുന്നത്. ഏതാണ്ട് 1700 കോടി രൂപയുടെ ഒക്കെ വികസനം ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് അതീവ സുരക്ഷയോടുകൂടി നടത്തപ്പെടേണ്ട ഒരു ഉത്സവമാണ്. 144 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് മഹാകുംഭമേള സംഭവിക്കുന്നത്. 12 വർഷം കൂടുമ്പോൾ കുംഭമേളയും 6 വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേളയും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും 144 വർഷത്തിൽ ഒരിക്കൽ വരുന്ന മഹാകുംഭമേള ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമായി 40 കോടിയിൽ പരം ഭക്തജനങ്ങളെയും ആകർഷിക്കും എന്നാണ് കണക്ക്. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ 7.5 കോടി പേര് അവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ വന്ന് കുംഭമേളയിൽ പങ്കെടുത്തു മടങ്ങി എന്നാണ് കണക്ക്. അപ്പോൾ ഇത്രയും ആൾക്കാരെ, 7.5 കോടി പേരെ കൈകാര്യം ചെയ്യുന്ന ഈ സമയത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. കാരണം ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്ന് തീ പടർന്നു എന്ന് പറയുമ്പോൾ ഈ ഗ്യാസ് സിലിണ്ടറുകൾ അങ്ങനെ അത്ര അപകടകാരിയാണെങ്കിൽ ലോകത്തെ കോടാനുകോടി വീടുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കില്ല. മാത്രമല്ല, വളരെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി നടത്തുന്ന ഒരു കുംഭമേള, മഹാകുംഭമേള എന്നുള്ള നിലയിൽ നിലവാരം കുറഞ്ഞ ഗ്യാസ് സിലിണ്ടറുകൾ അത്തരം പ്രദേശത്തേക്ക് കൊടുക്കുമെന്നും നമുക്ക് കരുതാൻ പറ്റില്ല. എന്നാൽ ഇതിന്റെ പിറകിൽ അട്ടിമറി സംശയിക്കാനുള്ള ചില കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു വലിയ, ലോകത്തെ ഏറ്റവും വലിയ ഉത്സവം തന്നെയാണ്. അവിടെ മറ്റ് മതസ്ഥർക്ക് കാര്യമായ റോളൊന്നുമില്ല. അവർ വരാറുണ്ട്, കുംഭമേളയുടെ ഭാഗമായി അതിൽ പങ്കെടുക്കാൻ വേണ്ടി വരാറുണ്ട്. ഇപ്പൊ ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ, അവരുടെ ആസ്തി എന്ന് പറയുന്ന ഇന്ത്യയുടെ ആസ്തിയുടെ ഒപ്പം അത്രയും വലിയ ആസ്തിയുള്ള ഒരു വനിത അവിടെ വന്നു. അവര് കുംഭമേളയിൽ പങ്കെടുത്തു, കമല എന്ന പേര് സ്വീകരിച്ചു, കാവ്യ വസ്ത്രം അണിഞ്ഞതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നിരവധി പേരുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നും ധാരാളം പേര് വരുന്നുണ്ട്. ഈ അവസരത്തിൽ സുരക്ഷാ കാര്യത്തിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 40 ടെന്റുകൾ 40 കുടിലുകൾ, അതായത് മുളം കുടിലുകൾ, മേഞ്ഞ കുടിലുകൾ കത്തുകയും 6 ടെന്റുകൾ കത്തുകയും ചെയ്ത അതിന്റെയൊക്കെ വിഷ്വൽ കാണുമ്പോൾ അത് ഭീകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. തൊട്ടടുത്തുകൂടെ കടന്നു പോകുന്ന റെയിൽവേ ലൈനുകളിൽ ട്രെയിനിനകത്തിരുന്നു കൊണ്ട് പകർത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഭീകരം തന്നെയാണ്. എന്നാൽ ഒരാൾക്ക് പോലും പൊള്ളലേറ്റതായി റിപ്പോർട്ടില്ല, ഒരാൾക്കും മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്രയും സമയമായിട്ടും അങ്ങനെ ഒരു കാഷ്വാലിറ്റി ഒരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പഴുതടച്ച സുരക്ഷാ സംവിധാനം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഇതിനിടയിൽ നമ്മൾ അവിടെ കാണുന്ന ചില കാഴ്ചകളുണ്ട്. അതായത് ഈ കുംഭമേളയുടെ ആ പ്രദേശത്ത് ഖുറാൻ പാരായണം നടത്തുക, തക്ബീർ വിളികൾ മുഴക്കുക, ഇസ്ലാം മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നതിന്റെയൊക്കെ പേരിൽ
ചിലരെ ആ, പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അത് ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മക്കയില് ഹജ്ജ് കർമ്മം നടത്തുന്നിടത്ത് ഒരു ഹിന്ദുവും മതപ്രചരണത്തിന് വേണ്ടി പോകാറില്ല, ഒരു ക്രിസ്ത്യാനിയും അവിടെ പോകാറില്ല. അല്ലെങ്കിൽ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ പോയി ആരും ഭാഗവത യജ്ഞം നടത്താറില്ല, അവിടെ അതിനുള്ള പ്രചരണ പരിപാടിക്കും പോകാറില്ല. പക്ഷേ ഇത് വ്യക്തമായി അറിയാവുന്ന മഹാകുംഭമേളയിൽ ഇങ്ങനെയുള്ള ഒരു മര്യാദകേട് സംഭവിച്ചുവെങ്കിൽ അതും കേവലം യാദൃശ്ചികമല്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ അങ്ങനെയുള്ള ചില ഗൂഢാലോചനകൾ സംശയിക്കാവുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് ഈ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുക, അതിനുവേണ്ടി തുനിഞ്ഞ ആൾക്കാരെ പോലീസ് നോട്ട് ചെയ്യുക, അത് സംഭവിക്കുന്ന സമാന സമയത്ത് തന്നെ ഇത്തരമൊരു തീപിടുത്തം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ഇവിടെ ആരൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് വേണം കരുതാൻ. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും തീർച്ചയായിട്ടും അത്തരം സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. നമ്മൾ ഈ ക്രൈസ്തവരുടെ ഉത്സവം ക്രിസ്മസിനൊക്കെ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഭീകരവാദ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ലോകത്ത് നിന്ന് തന്നെ അത്തരം വാർത്തകളൊക്കെ നേരത്തെയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന ഒരു ഏറ്റവും വലിയ ഉത്സവമായ കുംഭമേളയിലും അത്തരം ഇപ്പം നടന്ന ഈ സംഭവത്തിന് പിന്നിലും അത്തരം എന്തെങ്കിലും രീതിയിലുള്ള മറ്റ് ഇതര മതസ്ഥരുടെ എന്തെങ്കിലും ഒരു ആസൂത്രണം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് തപ്പുന്നുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്തറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതുമായിരിക്കാം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ലല്ലോ സാർ. എന്ത് തന്നെ ആയാലും കാരണം ഇത്രയും വലിയ പല ഹാർവാർഡ് പോലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഗവേഷകർ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് ആസൂത്രണം ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആസൂത്രണ മികവിന് ഒരു കളങ്കം ഒരു തീർക്കുകയല്ലേ ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അതിലുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ വിഷയം പഠിക്കാൻ വേണ്ടി 40ഓളം ഏജൻസികൾ വന്നിട്ടുണ്ടെന്നും ഇന്ത്യക്കകത്തെ IIT, IIM പോലെയുള്ള സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഈ വിഷയം പഠിക്കുന്നുണ്ടെന്നും ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളും വിശദമായി പഠനവിധേയമാക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ലോക ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഗാദറിംഗ് ഇതിനു മുമ്പ് ഉണ്ടായതായി ഒരു രേഖയും ഇല്ല. അതായത് 40 കോടിയിൽ പേരം ആൾക്കാര് ഒരേ സ്ഥലത്ത് ഒരേ കാര്യത്തിന് വേണ്ടി ഒത്തുചേരുന്ന ഒരു സംഭവം ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 40 കോടി എന്ന് പറയുമ്പോൾ ഓർക്കണം, റഷ്യയുടെ ജനസംഖ്യ 30 അമേരിക്കയുടെ ജനസംഖ്യ 30 അപ്പൊ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ജനസംഖ്യയേക്കാൾ വലിയ ഒരു ജനസംഖ്യയാണ് 40 കോടി എന്ന് പറയുന്നത്. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിച്ചേരുമ്പോൾ അത്തരം വിഷയങ്ങൾക്കിടയിൽ നാളിതുവരെ ഒരു മൈനസ് ആയിട്ടുള്ള വാർത്തയും പുറത്തു വന്നിട്ടില്ല. കുടിവെള്ളത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ പൊടി ശല്യമോ ചെളി ഉണ്ടായെന്നോ മാലിന്യമുണ്ടായെന്നോ മാലിന്യം നീക്കാൻ പറ്റിയില്ല എന്നോ ഈ 7.5 കോടി പേര് വന്നു പോയിട്ട് ഒരാൾക്കെങ്കിലും ഒരു വയറിളക്കമെങ്കിലും ഉണ്ടായെങ്കിൽ കേരളത്തിൽ അത് വലിയ ചാനൽ ചർച്ച ഉണ്ടാവേണ്ടതാണ്. ആർക്കെങ്കിലും ജലദോഷമോ തുമ്മലോ ഉണ്ടായാലും കേരളത്തിൽ വലിയ വാർത്തയാവേണ്ടതാണ്. ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ട് പോലും ഒരാൾക്കും പൊള്ളലേറ്റിട്ടില്ല, ഒരൊറ്റ ആളിനും പൊള്ളലേറ്റിട്ടില്ല, ഒരാളും മരിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ റെസ്ക്യൂ സംവിധാനങ്ങൾ അങ്ങേയറ്റം കിടയറ്റതാണ്, ലോകോത്തര നിലവാരത്തിലുള്ളതാണ്. ലോകോത്തരം എന്നൊന്നും പറയാൻ പറ്റില്ല. അമേരിക്കയിൽ ഇപ്പൊ കാട്ടുതീ പിടിച്ചിട്ട് അമേരിക്ക അന്തം വിട്ട് ഗൊന്തം വിഴുങ്ങി നിൽക്കുക. അപ്പോ ഇവിടെ അത്തരം കാര്യങ്ങളെ വളരെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഉണ്ട്. സുരക്ഷാ വീഴ്ച എന്നുള്ളത് നമുക്ക് ആരോപിക്കാമെങ്കിൽ പോലും ആ സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയ സുരക്ഷ ഒരുക്കിയിട്ട് അവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായെങ്കിൽ അതിന്റെ പുറകിൽ ശരിക്കും അട്ടിമറി തന്നെ നടന്നിട്ടുണ്ടാവണം. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം പോലെ ഈ വിഷയത്തെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ യുദ്ധത്തിനിടയിൽ നമുക്ക് ഏത് രീതിയിലും പ്രതിരോധിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് കാഷ്വാലിറ്റി ഉണ്ടാവാം. ഇവിടെ പ്രതിരോധമാണ് സർക്കാർ തീർത്തത്. ആ പ്രതിരോധത്തിന്റെ പിഴവുകൾ കണ്ടെത്തി അവിടെ തന്നെ ഹിറ്റ് ചെയ്യുന്നതിൽ
ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘങ്ങൾ, അത് ആര് തന്നെയാണെങ്കിലും, തീവ്രവാദി ഗ്രൂപ്പുകളാണെങ്കിലും മറ്റാരാണെങ്കിലും, അവർക്ക് ഭാഗികമായി, പൂർണ്ണമായിട്ടല്ല, ഭാഗികമായി വിജയിക്കാൻ സാധിച്ചു എന്നേ പറയാൻ പറ്റൂ. കാരണം 2 സിലിണ്ടറുകളിൽ നിന്ന് തീ പടർത്താൻ കഴിയുന്നവർ തീർച്ചയായിട്ടും ഒരു കൂട്ടക്കുരുതി, മനുഷ്യന്റെ ഒരു കൂട്ടക്കൊല തന്നെ ആയിരിക്കും ലക്ഷ്യം വെച്ചത്. പക്ഷെ ഒരാൾക്ക് ഒരു പൊള്ളലേൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ സുരക്ഷാ സംവിധാനം ഭദ്രമാണ് എന്ന് വേണം വിലയിരുത്താൻ. ഈ ഒരു സംഭവം ഉണ്ടായതിൽ പിന്നാലെ ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. ഫെബ്രുവരി 26 വരെ ഈ മഹാകുംഭമേള നീളുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പഴുതടച്ചൊരു സുരക്ഷ തന്നെയായിരിക്കാം ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ ആഗോള ശ്രദ്ധയിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് കുറച്ച് ദിവസത്തേക്ക് വീക്ഷിക്കുന്ന ഒരു മഹാ ഉത്സവമാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്നത്. 40 കോടിയോളം ആളുകൾ, ജനങ്ങൾ ഈ സ്നാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടിയിട്ടും സുരക്ഷിതയോടും ഈ ഒരു മഹാ ഉത്സവത്തെ നിയന്ത്രിക്കാനും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനും ആഗ്രഹിക്കാനും വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.